ഹലോ ഇൻ്റർനെറ്റ്, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് ഇത്. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ആ ഒരു സംഭവം ഈ ഒരു വീഡിയോയുടെ അവസാനമുണ്ട്. നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഒരു മെയിൻ കാര്യം, മോട്ടോ ജി പിയുടെ ടിക്കറ്റിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സിമ്പിളാണ്. ഒന്ന് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് മോട്ടോ ജി പിയുടെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് വെബ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അറിയാൻ പറ്റും. പൊതുവേ മോട്ടോ ജി പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇതല്ലാതെ തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയത് ചെക്കിലായതുകൊണ്ട് ചെക്കിൽ ബ്രൂണോ സർക്യൂട്ടിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ചീപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരു 30 to 40 യൂറോസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മോട്ടോ ജി പി നടക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഏത് സർക്യൂട്ടിലും അവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെക്കിലുള്ളവരും യൂറോപ്പിലുള്ളവരും അതായത് സർക്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അങ്ങനെ ബുദാപെസ്റ്റ് സിറ്റിയിൽ വന്ന ഒരു പാർക്കും പ്രോപ്പർ സിറ്റിയാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ ഞങ്ങൾ ആ മെയിൻ ബ്രിഡ്ജ് ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എനിക്കധികം നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ ബ്രിഡ്ജിൻ്റെ പേര് ഞാനിവിടെ അടിയിൽ എഴുതി കാണിക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ, ഹംഗേറിയൻ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ചെന്നെത്തുന്ന പ്ലേസ് എന്ന് പറയുന്നത് ബുധയാണ്. ബുദാപെസ്റ്റ് എന്ന് പറയുന്നത് ടെയിൽ ഓഫ് 2 cities എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബുധ കുറച്ച് ഹില്ലി ഏരിയ ആണ്. അപ്പോൾ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നടന്ന് കാണാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുള്ള് ഈ ഹില്ലി ഏരിയ ചെന്ന് റീച്ച് ചെയ്ത് എത്തുന്ന ഒരു സ്ഥലം ഇതാണ്. നമുക്കവിടെ ബുധ കാസ്റ്റിൽ അതുപോലെ ഒരു സിറ്റി മൊത്തം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻറ്റും കൂടി ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. കുറേ അട്രാക്ഷൻസ് ഉണ്ട് കാണാൻ. എസ്പെഷ്യലി ആർക്കിടെക്ചറൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ആ കാണുന്നത് പാർലമെൻറ്റാണ് ബുദാപെസ്റ്റ്. ഈ കാണുന്ന പാർലമെൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് 3rd ലാർജസ്റ്റ് പാർലമെൻറ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡാണ്. അപ്പോൾ അത് ഒരു നിയോ ഗോത്തിക് സ്റ്റൈലാണ് ആർക്കിടെക്ചറൊക്കെ വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു നൈറ്റ് വ്യൂയും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബുധ കാസിൽ. ഇത് ഈ സിറ്റിയിലെ മെയിനൊരു വലിയൊരു അട്രാക്ഷനാണ്. പക്ഷേ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കയറി കാണാം. പക്ഷേ ജസ്റ്റ് ലൈബ്രറി, മ്യൂസിയം അതുപോലത്തെ ഒരു സംഭവമാണ്. അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അവിടെ കയറി. ഇത് ബുധ കാസ്റ്റിൻ്റെ വേറൊരു ഭാഗമാണ്. ഇവിടെ കുറേ എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അവർ വീണ്ടും റീബിൽഡ് ചെയ്യുക. അപ്പോൾ അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ബിൽഡിങ് ഒരു രക്ഷയില്ലാത്തടത്ത് പാർലമെൻറ്റ്. അവിടെ ശരിക്കൊരു ഗോൾഡൻ കൊട്ടാരം. നെക്സ്റ്റ് ലെവലാണ് ഇവിടെ വന്നിരിക്കാനും. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം. ഞാനിപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ടോയ്ലറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ കുറച്ചുകൊണ്ട് പിന്നുള്ള കാഴ്ച കാണിച്ചത്. ഫ്രണ്ടും ഫാമിലി എല്ലാവരും തിരിച്ചു പോയി. അത് നേരെ ഗുയോടെ തന്നെ പോയിട്ട് അവിടെ നേരെ ബ്രാട്ടിസ്ലാവ് പോകും. അപ്പം ഞാനിവിടെ ഒരു ഹംഗറിയിൽ പ്രോപ്പർ ഒരു അടിപൊളി ഹോസ്റ്റലെടുത്തു. ഫുൾ കേട്ടോ, ഭയങ്കര മാസീവാണ്. ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത്രയും വലിയ ഹോസ്റ്റലിൽ ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാനൊന്ന് ഷവർ ചെയ്തു, ഫ്രഷായി. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബക്കറ്റ് ലിസ്റ്റ് പൂർത്തീകരിക്കാനായിട്ട് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ഇനി കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ ഇതാണ് DRX സ്പോട്ട്. ഇത് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒരു വെന്യൂ ആണ്.
നമുക്ക് ഈ കാണുന്ന കാറുകളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് ഫോർമുല റിനോൾട്ടിൻ്റെ 2 സീറ്ററാണ്. അതുപോലെ ഫെറാറി, മസ്റ്റാങ്ക്, ലംബോർഗിനി അവൻറ്റഡോർ, ഹുറാക്കൻ, മസ്താങ്ക് ഓൾഡ് മോഡൽ, അങ്ങനെ ഒരുപാട് സൂപ്പർ കാർസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണത് ഫോർമുല F4 സിംഗിൾ സീറ്ററാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും അതാണ് ട്രൈ ചെയ്യാൻ പോണതെന്ന്. അവിടെ 2 കാർസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡാമേജ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ റെഡ് റിനോൾട്ടിലാണ് ഞങ്ങൾ F4 ട്രൈ ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിൻ സംഭവത്തിലേക്ക് നമുക്കിപ്പോൾ കിടക്കാം. അപ്പോൾ എൻ്റെ അവസരമായി ഒരു 1 ഓഫ് ദി ബക്കറ്റ് ലിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. കൊതിയാവണ വണ്ടികൾ കാണുമ്പോൾ. ഇതാണ് നമ്മുടെ കാറ്, ഇതാണ് ഞാൻ ഓടിക്കാൻ പോണേ. F4 ആണ് റിനോൾട്ട്. You don't need clutch at all. No. Okay. This is a display. This shows where in what. Okay. All the gear. What gear are in you? Okay. But this is a really small circuit. You will need third gear only. Okay. So you start the car here, second, third, and you don't need to shift at all. Okay. Just third. Yes. You have 9. I have 9, yep. And you have 5. 5, yeah. Okay. Yes. So be patient with the gas, okay? അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഇതൊരു വൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഫ്രണ്ട് പോലെ എനിക്കത് ചെയ്യാൻ പറ്റി. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും ഈ ഒരു പാഷൻ, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാർക്കും ചെയ്യാം. Girls with their nails done now. Girls with their nails done. Girls with their nails done. Girls with their nails done now. Girls with their nails done. Girls with their nails done. സോ അങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഒരു എക്സ്ട്രീ ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ സ്ഥലം. ഇത് പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അതെ, വണ്ടിയിൽ ഇറക്കണം, അത് മാത്രമേ പ്രശ്നമുള്ളൂ. കൊള്ളാം. അങ്ങനെ എല്ലാ അഡ്വഞ്ചറും എല്ലാ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ബുദാപെസ്റ്റ് എയർപോർട്ടിലെത്തി. ഇനി നേരെ ഇവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിച്ച് UK തിരിച്ചു പോകണം. അപ്പോൾ ഇനി കൂടുതൽ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കണം.
ഇതാണ് ബുദാപെസ്റ്റ് എയർപോർട്ട്. 2 മണിക്കൂർ ഡൽഹി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വന്ന് നേരെ പാരീസിൽ പോകുന്നു. അതാണ് ഈ വീഡിയോയിൽ ഉണ്ട്. ഇവിടത്തെ ചൂടാണ്, ഒരു രക്ഷയില്ല. ഞാൻ വേറെ എയർപോർട്ടിൽ പോകുന്നു, അവിടെ നിന്നില്ല. ഓക്കെ, അപ്പോൾ F4 എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ ഇങ്ങനെ DR എക്സ്പോർട്ട് ഹംഗറി എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സെക്കൻഡ് ലിങ്ക് എടുക്കുക. അപ്പോൾ ഈ സൈറ്റ് കുറച്ച് ഡോഡ്ജിയാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ക്രോം അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കാറുകൾ: ഫെറാറി, ഷെൽബി, ലോട്ടസ്, ലംബോർഗിനി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഫോർമുല റെനോൾട്ട് F4 ആണ്. അപ്പോൾ ഇത് ഫ്രം 4900 ഹംഗേറിയൻ 4ൻ്റെ കാണിക്കണത്. അത് ഒരു നിയർലി 3000 റുപ്പീസായിട്ട് ഇന്ത്യൻ മണി കാണിക്കുക. പക്ഷേ അത് അത്രയല്ല, നമ്മൾ ഒരുപാട് പാക്കേജ് ഇതിൻ്റെ കൂടെ എടുക്കണം. എടുത്ത് വരുമ്പോൾ നിയർലി നമ്മുടെ ചോയ്സാണ്. ഒരു നോർമൽ ഒരു ചോയ്സ് ഒരു 15,000 റുപ്പീസിനൊക്കെ നമുക്കിത് ഒരു 1 ലാപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ സേഫ്റ്റിയും നമ്മുടെ ഇൻസ്ട്രക്ടറും അതുപോലെ ഇൻഷുറൻസും എല്ലാം എടുത്ത് വരുമ്പോൾ ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 25,000 മിനിമം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തെങ്കിലും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അത്രയും ചീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 2 ലാപ്സോ അല്ലെങ്കിൽ 1 ലാപ്പോ മാത്രമേ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ എന്തായാലും ഇത്രയും ടൈമും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു പാക്കേജ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിലുള്ള ട്രാക്കുകളും അതുപോലുള്ള ലാപ്പും കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് ഡിജിറ്റൽ വൗച്ചറാണ്. ഇതിന് ശേഷം ഈ വൗച്ചർ കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൗച്ചർ വാലിഡേറ്റ് ആവും. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ദിവസം അവിടെ പോയി നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്നതൊക്കെ ഇതിൽ ഇൻഷുറൻസും അതുപോലെ ഫോട്ടോ, വീഡിയോ, ഇതൊക്കെ ഒരു പാക്കേജാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓരോ യൂസറിനനുസരിച്ചിട്ട് നമുക്കത് ചൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. റയനെയർ ചതിച്ചു. 1 മണിക്കൂർ ഡിലേ. ഇനി എൻ്റെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ട്രെയിനും എല്ലാം മിസ്സായി. ഞാൻ എയർപോർട്ടിൽ കിടന്നു ഉറങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇനി പോകണം. ട്രെയിനും ഇല്ല, ബസ്സും ഇല്ല. ഇനി ടാക്സി വിളിക്കുകയാണെങ്കിൽ തന്നെ 10,000-20,000 രൂപ അതിന് തന്നെ പോകും. ആകെപ്പെട്ട പോലെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊരു പിടിയില്ല. എന്തായാലും നോക്കാം. റയനെയർ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ചീപ്പ് ഫ്ലൈറ്റ് എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണുള്ള വിധി.